നമ്മളായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മണിപ്പാറ എന്ന അതിമനോഹരമായ സ്ഥലത്താണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പുറകിൽ പുഴയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതിൻ്റെ നടുക്കൂടെ ഒരു വലിയ പാലം പോകുന്നതാണ്. ഈ റോഡ് പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന പദ്ധതിപ്പെടുത്തി 20 വർഷം മുമ്പ് പണിതാണ്. ഈ പാലത്തിന് ആകെ 10 അടി ഉയരം മാത്രമേ ഉള്ളൂ. ഈ പുഴയിൽ സാധാരണ ഇതിൽ ഇവിടെ വെള്ളം പൊങ്ങുന്നത് ഒരു 35 അടി ഉയരത്തിൽ വരെ വെള്ളം പൊങ്ങാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം 2018 വെള്ളപ്പൊക്കത്തിന് 20 അടി ഉയരം ഈ പാലത്തിന് മേലെ വെള്ളം പൊങ്ങിയിരുന്നു. ഇപ്പം പാലം 5 അടി ആഴത്തിലാണ് കിടക്കുന്നത്. 10 അടി ആകെ പാലത്തിന് ഉയരമേ ഉള്ളൂ. ഈ പാലം പുതുക്കി പണിയണം, ഈ റോഡ് വീതി കൂട്ടി പണിയാം എന്ന് എല്ലാവരുടെയും നിവേദന പ്രകാരം ഇടയ്ക്ക് ഒരു കാലത്ത് റോഡ് വീതി കൂട്ടി പണിയുന്ന സംവിധാനം ചെയ്തിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവർ വീതി കുറഞ്ഞ തരത്തിലേക്ക് ആ റോഡ് മാറ്റി. ഇപ്പം 7.5 മീറ്റർ റോഡ്, 6.50 മീറ്റർ റോഡ് ആകെ റോഡുള്ള തരത്തിലാണ് ഈ റോഡ് പണിയുന്നത്. ഉളിക്കലിൽ നിന്ന് ഏറ്റവും കൂടുതൽ വർഷം പഴക്കമുള്ള റോഡാണ്. ഏറ്റവും ആദ്യത്തെ ഒരു 60 വർഷം മുമ്പ് നിലവിലുള്ള റോഡാണ് ഈ റോഡ്. ഇതിപ്പം വീണ്ടും സടക്ക് യോജന പദ്ധതിയിൽപ്പെടുത്തി വീതി കുറച്ച് പണിയുന്ന അൺഇമ്പോർട്ടൻ്റ് റോഡ് എന്ന് മനസ്സിലാക്കി, അതായത് പ്രാധാന്യം കുറഞ്ഞ റോഡ് എന്ന് ആക്കിക്കൊണ്ട് അവർ രേഖകളാക്കി ഉളിക്കൽ മുതൽ ഇങ്ങോട്ട് റോഡിന് വീതി കൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റോഡ് പണിയുന്നത്. ഈ റോഡിന് പാലമില്ലാതെ പണിത് കഴിഞ്ഞാൽ ഈ പാലം ഇപ്പം നിലവിലുള്ളതിനേക്കാളും ഒരു 20 അടി ഇങ്ങനെ ഉയർത്തി പൊന്തിച്ചാൽ മാത്രമേ ഈ പാലം എല്ലാ കാലാവസ്ഥകളിലും കടന്നു പോകാൻ പറ്റുള്ളൂ. മൺസൂൺ കാലത്തിൽ ഒരു ദിവസം, ഇപ്പം ഇന്ന് 2ാമത്തെ ദിവസമാണ്, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വെള്ളം കയറിയിരിക്കുന്നത്. ചില ദിവസം 10, 15, 20 ദിവസം വെള്ളത്തിനിടയിൽ കവുന്ന സാഹചര്യമാണ് ഈ പാലത്തിൽ എപ്പോഴും ഉള്ളത്. ഈ ഉളിക്കലിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും, മണിക്കടവ് ഭാഗത്തു നിന്നാണ് എല്ലാ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ എത്താവുന്ന ഏക റോഡാണ് ഈ റോഡ്. മണിപ്പാറ ഉളിക്കൽ വൈത്തൂർ റോഡ്. മണിക്കടവിൽ നിന്നും കാഞ്ഞിരക്കൊല്ലിയിൽ നിന്നും ഈ വഴിക്ക് ഉളിക്കലിലേക്ക് പോകാൻ 2-3 കിലോമീറ്റർ ദൂരം കുറവാണ്. ജനങ്ങൾക്ക് ഇതിലെ വാഹനങ്ങൾ കൊണ്ട് പോകാനോ നടക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നത്തെ ഈ പാലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ 20 വർഷമായിട്ടും ഈ പാലം അധികൃതരുടെ അനാസ്ഥ ഉണ്ടായ ഈ പാലം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്താണ് ഇതിനോട് പ്രതികരിക്കുവാനുള്ളത് നാട്ടുകാരൻ എന്ന നിലയിൽ? ഇത് പണിതിട്ട് ഏറെക്കുറെ ഒരു 20 വർഷത്തിന് മുകളിലായി. ഇത് ചപ്പാത്ത് പാലമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു മഴക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഇത് മൂടിക്കിടക്കാനോ ഇതിന് സമയമുള്ളൂ. ഒരു നല്ല 4 മഴ പെയ്താൽ ഈ പാലം മൂടും. പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ വളച്ചു ചുറ്റി 5-8 കിലോമീറ്റർ വളച്ചു ചുറ്റിയ ഉളിക്കലുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഈ പുഴയുടെ അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാലം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് നടന്നു പോകാനോ ഒന്നും പറ്റത്തില്ല. ഉളിക്കലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇതാണ്. കർണാടക ഫോറസ്റ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണിത്, വളവട്ടണം പുഴയുടെ. ഇതേപോലെ തന്നെ മണിക്കടവിലും ചപ്പാത്ത് പാലവും ഇതേപോലെ ഈ സമയത്ത് ഇവിടെ മൂടുമ്പോൾ അവിടെ മൂടിക്കിടക്കും. ഈ പാലങ്ങൾക്ക് വേണ്ടി നിരവധി നിവേദനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ പോയിട്ടുള്ളതാണ്. ഈ പാലം മൂടിയതിനാൽ നമുക്ക് ആർക്കും സ്കൂളിൽ അങ്ങനത്തെ ഒന്നും പോകാൻ പറ്റില്ല. ഈ പാലം നല്ല പുതുക്കി പണിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലതായിരുന്നു. മണിപ്പാറ ഉളിക്കലിലേക്ക് പോകാനുള്ള ഏക വഴിയാണിത്. ഈ പാലം നിർമ്മിച്ചിട്ട് 20 കൊല്ലമായി. ഇതൊരു 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാലം മൂടിക്കിടക്കും, ആർക്കും പോകാൻ കഴിയില്ല. പിന്നെ നെച്ചാട് കൂടിയേ പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഈ പാലം പുതുക്കി പണിയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും നല്ലതായിരുന്നു. പാലം ഇങ്ങനെ മൂടി പാലം കാണാത്ത അവസ്ഥയായതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെ വന്നാൽ പോലും ഒരു ആശുപത്രി പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അക്കരെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്നുള്ള അങ്ങോട്ട് പോകാനോ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഈ പാലം എത്രയും വേഗം അത് ഉയർത്തി അത് ഗതാഗതയോഗ്യമാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 2018-19 വർഷത്തിൽ ഇവിടെ ഇതുപോലെ തന്നെ ഒരവസ്ഥയുണ്ടായി. മഴ പെയ്തു, അതിശക്തമായ മഴ പെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പോസ്റ്റിൻ്റെ പകുതിയോളം വരെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇവരുടെ കൃഷി ഇടങ്ങളിലോട്ടെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. കാരണം പാലം പോയിട്ട് റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ്. ഇവിടുത്തെ MLA-ക്കും സ്ഥല MLA-ക്കും എല്ലാം നിവേദനങ്ങൾ നിരവധി വർഷങ്ങളായി
പോകുന്നുണ്ട്. പക്ഷേ അതിനൊരു അറുതി, അതിനൊരു പരിഹാരം ഇതുവരെയായിട്ടും അധികൃതർ കണ്ടിട്ടില്ല. കാണാതെ പോകരുത് എന്നാണ് ഷെക്കന ന്യൂസിന് പറയുവാനുള്ളത്. ക്യാമറാമാൻ ജോണിനൊപ്പം അമലൈ ടോം, ഷെക്കന ന്യൂസ്, കണ്ണൂർ.